തൃക്കരിപ്പൂർ മുൻ എംഎൽഎയും മുതിർന്ന സിപിഎം നേതാവുമായ കെ കുഞ്ഞിരാമൻ അന്തരിച്ചിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. 11 വർഷം സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, മുതിർന്ന സിപിഎം നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എവിടെയൊക്കെയാണ് പൊതുദർശനത്തിന് വെക്കുക? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുക? വിശദാംശങ്ങൾ. ശ്രുതി, കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ സിപിഎം നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ അന്തരിച്ച കെ കുഞ്ഞിരാമൻ. അദ്ദേഹം ദീർഘകാലങ്ങളായി 2016 ശേഷം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മരണം സംഭവിക്കുന്നത്. 2006 മുതൽ 2016 വരെ കെ കുഞ്ഞിരാമൻ തൃക്കരിപ്പൂരിന്റെ എംഎൽഎ ആയി മികച്ച പ്രവർത്തനമാണ് മണ്ഡലത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ 1943 ആണ് അദ്ദേഹം ജനിച്ചത്. SSLC പഠനകാലത്തിനു ശേഷം തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നും ആയുർവേദ മെഡിസിനിലെ ഡിപ്ലോമ പൂർത്തിയാക്കിയ രാഷ്ട്രീയ നേതാവാണ്. നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു വൈദ്യർ കൂടിയായിരുന്നു. അപ്പോൾ സ്നേഹത്തോടെ വൈദ്യർ എന്നുള്ള നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും സജീവമായ ഒരു വ്യക്തിത്വമായിരുന്നു കെ കുഞ്ഞിരാമൻ. KSF യൂണിറ്റ് സെക്രട്ടറിയായി, അഭിവക്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മേഖലയിലേക്കുള്ള തുടക്കം വരുന്നത്. AKG കണ്ടെത്തിയ നേതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നഷ്ടം, അദ്ദേഹത്തിന്റെ വേർപാട് വളരെയേറെ നഷ്ടമുണ്ടാക്കുന്നതാണ്. പാർട്ടിക്ക് മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഈ കാസർഗോഡുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ ഒട്ടേറെ സമരമുഖങ്ങൾ തീർത്തൊരു മണ്ണ് കൂടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിപ്ലവാത്മകമായ സമരങ്ങൾ ഈ കാസർഗോഡിന് അഭിമാനിക്കാൻ തക്കതുണ്ട്. അതിലെല്ലാം വലിയ ഭാഗവാഗ്ദം വഹിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. കർഷക തൊഴിലാളി യൂണിയന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായും, തോട്ടം തൊഴിലാളി യൂണിയൻസ് മണ്ഡലം സെക്രട്ടറിയായും, ബാലസംഘം സംസ്ഥാന രക്ഷാധികാരി സമിതിയൊക്കെയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം 11 വർഷക്കാലം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചുമതലകളൊക്കെ വഹിക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്റെ പ്രൊഫഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഏറ്റവും സുത്യർഹമായി എടുത്തു പറയുന്ന മറ്റൊരു വിഷയം കൂടിയാണ്. അതിനുശേഷം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായി ഒക്കെ പ്രവർത്തിച്ചു. പാർട്ടിയെ ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി, നീലേശ്വരം ബ്ലോക്ക് വികസന ചെയർമാനായി, 12ാം നിയമസഭയിലും 13ാം നിയമസഭയിലും തൃക്കരിപ്പൂരിനെ പ്രതിനിധീകരിച്ച് മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ഏതൊക്കെയായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ തീര നഷ്ടമാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കാലിക്കടവിൽ പൊതുദർശനത്തിന് വയ്ക്കും. 11 മണിക്ക് കാരിയിലും, ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുവത്തൂരിലും, 2 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രുതി. സിപിഎം നേതാവ് കെ കുഞ്ഞിരാമൻ അന്തരിച്ചിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുവത്തൂരിലും 2 മണിക്ക് മട്ടയായിലും പൊതുദർശനത്തിന് ഭൗതിക ശരീരം വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.